ഉപ്പുതറ ലോണ്ടറിയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ലോണ്ടറിയിൽ ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്നതിന്റെ സമീപത്തായാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. കേറ്ററിംഗ് സ്ഥാപന ഉടമകളാണ് ഇവിടെ വിവിധ സ്ഥലത്തായി കുറ്റിക്കാട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. മഴ ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര തന്നെ ദുരിതപൂർണമായിരിക്കുകയാണ്. പ്രദേശം ഇപ്പോൾ സാംക്രമിക രോഗ ഭീഷണിയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം കേരളം സമ്പൂർണ്ണ മാലിന്യരഹിത സംസ്ഥാനമായി മാറി. ഇതിന്റെ ചുവട് പിടിച്ച് ഉപ്പുതറ പഞ്ചായത്ത് മാർച്ചിൽ തന്നെ മാലിന്യരഹിത പഞ്ചായത്തായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ കേറ്ററിംഗ് സ്ഥാപന ഉടമകൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പീരുമേട്ടി കമ്പനിയിൽ ലോണ്ടറി ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായി വളർന്നു നിൽക്കുന്ന കുറ്റിക്കാട്ടിലാണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. കേറ്ററിംഗിന്റെ അവശിഷ്ടങ്ങൾ കറുത്ത പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ചാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. റോഡിലൂടെ കടന്നുപോയാൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെടില്ല. പക്ഷെ ദുർഗന്ധം ഉയരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം. ഉപ്പുതറ റോഡിലെ കുറെ കാലങ്ങളായിട്ട് ഇതിനെ ഈ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നതുകൊണ്ട് നമ്മുടെ ഉപ്പുതറ പഞ്ചായത്തിന് അത് വളരെ ഒരു മോശമായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മൾ കൂടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ രാത്രിയിൽ വരുന്ന വണ്ടിക്കാരാണെന്ന് അറിയിച്ചില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ കൊണ്ട് ചവറുകൾ കൊണ്ട് തള്ളുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട് ഒന്നിൽ അവിടെ CCTV എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൊണ്ടുവരുന്നുണ്ട്. മഴ ആരംഭിച്ചതോടെ ഇവ ചീഞ്ഞഴുകി സമീപത്തെ തോടുകളിലേക്ക് എത്തിത്തുടങ്ങി. തോട് എത്തിച്ചേരുന്നത് പെരിയാറ്റിലുമാണ്. തോടും പെരിയാറും ഒരുപോലെ മലിനപ്പെടുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്തിൽ നിരവധി തവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പിടികൂടണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കുകയും സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.